ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് വിവിധ തസ്തികകളിലേക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കോട്ടയം എംപ്ലോയബിലിറ്റി സെൻറ്റർ കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മെയ് 24 തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട്. 3 കമ്പനികളിൽ നിന്നായി 100+ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. സമയം രാവിലെ 10 മുതൽ 1 മണി വരെയാണ്. സ്ഥലം എംപ്ലോയബിലിറ്റി സെൻറ്റർ കോട്ടയം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സിവിൽ സ്റ്റേഷൻ 2nd ഫ്ലോർ കളക്ട്രേറ്റ് കോട്ടയത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇൻ്റർവ്യൂവിന് അനുയോജ്യമായ ഫോർമൽ ഡ്രസ് കോഡിൽ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റുകളുടെയും ബയോഡേറ്റയുടെയും പകർപ്പുകളും കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 250 രൂപ അടച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഈ തൊഴിൽമേളയിലും തുടർന്നുള്ളവയിലും പങ്കെടുക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അന്നേ ദിവസം സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം മഹാലക്ഷ്മി സിൽക്സിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ആദ്യം സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടാതെ സമാന മേഖലയിലുള്ള 2 മുതൽ 4 വർഷത്തെ വരെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സാലറി 15,000 മുതൽ 16,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 35 വയസ്സ് വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 20 ആണ്. അടുത്തത് സെയിൽസ് ട്രെയിനി തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 10th or above ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും 1 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. സാലറി 13,000 മുതൽ 15,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 20 മുതൽ 30 വയസ്സ് വരെയാണ്. 20 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഫ്ലോർ ഹോസ്റ്റസ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 12th and above ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 1 വർഷം മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. സാലറി 14,000 മുതൽ 15,000 രൂപ വരെയാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 30 വയസ്സ് വരെയാണ്. 5 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഫാഷൻ ഡിസൈനർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഫാഷൻ ഡിസൈനിങ് ആണ്. സമാന മേഖലയിലുള്ള 1 മുതൽ 2 വർഷത്തെ വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി 15,000 മുതൽ 18,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 30 വയസ്സ് വരെയാണ്. ടോട്ടൽ 8 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തത് സീനിയർ ഫാഷൻ ഡിസൈനർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഫാഷൻ ഡിസൈനിങ് ആണ്. കൂടാതെ സമാന മേഖലയിൽ 3 മുതൽ 5 വർഷത്തെ വരെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സാലറി 18,000 മുതൽ 20,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 35 വയസ്സ് വരെയാണ്. 5 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഡെസ്പാച്ച് ക്ലർക്ക് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 10th or above ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും 1 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. 14,000 മുതൽ 15,000 രൂപ വരെയാണ് സാലറി ലഭിക്കുക. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 30 വയസ്സ് വരെയാണ്. ടോട്ടൽ 10 ഒഴിവാണ് വന്നിട്ടുള്ളത്. ജോബ് ലൊക്കേഷൻ വരുന്നത് മുത്തൂർ, തിരുവല്ല, ഏറ്റുമാനൂർ ആയിട്ടാണ്. അടുത്തത് മോർ റീറ്റെയിൽസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. കസ്റ്റമർ സപ്പോർട്ട് ഡെലിവറി റൈഡർ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. സാലറി 15,500 രൂപയാണ് ലഭിക്കുന്നത്. കസ്റ്റമർ സപ്പോർട്ട് തസ്തികയിലേക്ക് ജോബ് ലൊക്കേഷൻ വരുന്നത് പിറവം, പരുമല, പന്തളം, തലയോലപ്പറമ്പ്, കുറുവിലങ്ങാടാണ്. ഡെലിവറി റൈഡർ തസ്തികയിലേക്ക് ജോബ് ലൊക്കേഷൻ വരുന്നത് പിറവത്താണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. കസ്റ്റമർ സപ്പോർട്ട് തസ്തികയിലേക്ക് ടോട്ടൽ 25 ഒഴിവാണ് വന്നിട്ടുള്ളത്. ഡെലിവറി റൈഡർ തസ്തികയിലേക്ക് 5 ഒഴിവുമാണ് വന്നിരിക്കുന്നത്. അടുത്തത് SBI ലൈഫ് ഇൻഷുറൻസിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ആദ്യം സെയിൽസ് ഓഫീസർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷനാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. സാലറി വരുന്നത് 20,000 and above ആണ്. ജോബ് ലൊക്കേഷൻ ചങ്ങനാശ്ശേരി ആൻഡ് കാഞ്ഞിരപ്പള്ളിയാണ്.
മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 23 ആൻഡ് എബോവ് ആണ്. ടോട്ടൽ 7 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഫിനാൻഷ്യൽ അഡ്വൈസർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. SSLC ആൻഡ് എബോവ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. കമ്മീഷൻ ആൻഡ് ഇൻസെൻറ്റീവ് ആണ് ലഭിക്കുന്നത്. ചങ്ങനാശ്ശേരി ആൻഡ് കാഞ്ഞിരപ്പള്ളിയാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സ് അതിന് മുകളിലേക്കാണ്. ടോട്ടൽ 20 ഒഴിവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം എംപ്ലോയബിലിറ്റി സെൻറ്റർ കോട്ടയം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, സിവിൽ സ്റ്റേഷൻ, 2nd ഫ്ലോർ, കളക്ടറേറ്റ് കോട്ടയത്ത് വെച്ചിട്ടാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ മെയ് 24 രാവിലെ 10 മണിക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് അഭിമുഖം നടക്കുന്നുണ്ട്. ഷോറൂം മാനേജർ, റീറ്റെയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സൈറ്റ് സൂപ്പർവൈസർ, എസ്റ്റിമേഷൻ ആൻഡ് പർച്ചേസ് എക്സിക്യൂട്ടീവ്, ടീം ലീഡർ സെയിൽസ്, ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്, കസ്റ്റമർ എക്സ്പീരിയൻസ് സ്പെഷ്യലിസ്റ്റ്, അസോസിയേറ്റ് ടെക്നിക്കൽ, കസ്റ്റമർ സപ്പോർട്ട്, വോയിസ് പ്രോസസ് ഡെവലപ്പർ, എഡ്യൂക്കേഷൻ സെയിൽസ് അസോസിയേറ്റ്, ടെലികോളിംഗ് ആൻഡ് കൗൺസിലിംഗ്, സർവേയർ, DGPS ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ ഓപ്പറേറ്റർ, അസിസ്റ്റന്റ് സർവേയർ ട്രെയിനി, DGPS ഓപ്പറേറ്റർ, അക്കൗണ്ടന്റ് തസ്തികകളിലേക്കാണ് നിയമനം വന്നിട്ടുള്ളത്. തസ്തികകളുടെ പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. ITI, ബിരുദം, ഡിപ്ലോമ എന്നിവയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ആൻഡ് മോഡൽ കരിയർ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് മെയ് 24 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട്. സെയിൽസ് മാനേജർ, ടെലികോളർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഗ്രാജുവേറ്റ് സെയിൽസ് ട്രെയിനി, സെയിൽസ് ഓഫീസർ, ഡെവലപ്മെൻറ്റ് മാനേജർ, ഫീൽഡ് ഓഫീസർ, റിലേഷൻഷിപ്പ് ഓഫീസർ തസ്തികകളിലായിട്ട് 300 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. SSLC, +2 ബിരുദം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയുടെയും സർട്ടിഫിക്കറ്റുകളുടെയും 3 പകർപ്പുകൾ സഹിതം അന്നേ ദിവസം രാവിലെ 9:30 കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ആസ്ഥാനത്തെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.